സെലിബ്രിറ്റീസിനോട് ചോദിക്കാനും പറയാനും ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവരെ നേരി കാണാനായിട്ട് ഒരു ചാൻസ് കിട്ടണ്ടേ? ഈ ഷോയുടെ പ്രത്യേകതയും അതുതന്നെയാണ്. ഫേസ്ബുക്കിലൂടെ ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റിയോട് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ കമന്റ്സിലൂടെയും അതുപോലെ തന്നെ സ്കൈപ്പിലൂടെ ഡയറക്റ്റ് ആയിട്ട് നേരി കണ്ടും സംസാരിക്കാം. ദിസ് ഇസ് ജോസ് ആലുക്കാസ് ഹലോ നമസ്തേ. ഇന്ന് ജോസ് ആലുക്കാസ് ഹലോ നമസ്തേയിൽ വരുന്ന ആള് ആങ്കറാണ്, സീരിയൽ ആർട്ടിസ്റ്റ് ആണ്, ഫിലിം ആക്ട്രസ് ആണ്, എല്ലാത്തിനും ഉപരി നമ്മുടെ സ്വന്തം കുട്ടിയാണ്, നമ്മുടെ ബാലാമണി. ലെറ്റ്സ് വെൽക്കം ദേവിക നമ്പ്യാർ. ഹലോ നമസ്തേ ബാലാമണി. ഹായ്. പേര് ദേവിക എന്നാണെന്നറിയാം, പക്ഷെ ഇപ്പം കൂടുതലും ബാലാമണി എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളായിരിക്കും. ഇപ്പൊ അതെ, കുറച്ച് എല്ലാവർക്കും ബാലാമണി ഇപ്പൊ വിളി തുടങ്ങിയിട്ടുണ്ട് ഓരോ സ്ഥലത്തും. വേറെ എന്തൊക്കെ പേരുകളാ ബാലാമണിയെ ദേവികയെ വിളിക്കാറുള്ളത്? എന്നെ പൊതുവേ എനിക്ക് കുറേ പേരുണ്ട്. എനിക്ക് ശരിക്കും എന്നെ വീട്ടിൽ വിളിക്കുന്നത് കിങ്ങിണി എന്ന് വിളിക്കും. അതെന്താ വെച്ചാല് അമ്മയുടെ വീട്ടുകാർ മൊത്തം എന്നെ കിങ്ങിണി എന്ന് വിളിക്കും, അച്ഛൻ്റെ വീട്ടുകാർ മൊത്തം അമ്മിണി എന്ന് വിളിക്കും, കസിൻസ് അമ്മു എന്ന് വിളിക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് പരിണയം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്നെ കൃഷ്ണവേണി എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേരുണ്ടായിരുന്നത്. അപ്പൊ എന്നെ വേണി 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 എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ എല്ലാവരും വേണി എന്നായിരുന്നു. പിന്നെ ഇത് ആരും ദേവു എന്ന് വിളിക്കാറില്ല. ദേവു എന്ന് വിളിക്കാറോ? എനിക്ക് ദേവു എന്ന് വിളിക്കുന്നേക്കുമ്പോ എന്തോ ഒരു പോലെ വിളിക്കുന്ന പോലത്തെ ഒരു ഫീൽ. പശുവിനെ പോലെ എല്ലാവരും എന്നെ വിളിക്കുള്ളൂ. എവിടെ ചെന്നു ദേവു അങ്ങനെ വിളിക്കുള്ളൂ. അപ്പൊ ഞാൻ വേണ്ട, അതൊരു സുഖമില്ല. ബാലാമണി ക്യാരക്ടറിനെ പറ്റിട്ട് പറയും. ബാലാമണി ഒരു ഡാൻസ് ടീച്ചറാണ്. കലാമണ്ഡലത്തില് മോഹിനിയാട്ടം കഴിഞ്ഞ ഒരു കുട്ടിയാണ്. പിന്നെ അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം അമ്മയുടെ കീഴിൽ മാത്രം വളർന്ന ഒരുപാട്, ഇപ്പം ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനില്ലാത്ത കുട്ടിയാണ്. അപ്പം അമ്മ ഒരു എന്താ പറയുക, അച്ഛന് അറിയില്ല, ആരാണ് അച്ഛനെ അറിയില്ല ആ കുട്ടിക്ക്. അപ്പം അങ്ങനത്തെ ഒരുപാട് ചീത്തപ്പേരുകൾ കേട്ടിട്ടുള്ള ഒരു അമ്മയുടെ ഒരു മകളാണ്. അപ്പം ആ ഒരു ബോൾഡ്നെസ് ഉണ്ട്. അപ്പം ആരുടെ എന്തും നേരിട്ട് പറയാനുള്ള ആ ഒരു എന്താ പറയുക, തൻ്റെ ഇടം ധൈര്യം പുറത്ത് കാണിക്കും, പക്ഷെ ഉള്ളിലില്ല. ബാലാമണിയുടെ ഇൻട്രൊഡക്ഷൻ ഷോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡാൻസ് ഒക്കെ കളിച്ച്, മോഹിനിയാട്ടമൊക്കെ കളിച്ച്. ശരിക്കും ഡാൻസർ ആണോ? റിയൽ ലൈഫ് ഡാൻസർ ആണോ? ഞാൻ ഡാൻസറാണ്, പക്ഷെ മോഹിനിയാട്ടം ഡാൻസർ അല്ല. എനിക്ക് എന്താന്ന് പറയട്ടെ, എനിക്ക് മോഹിനിയാട്ടത്തിന് എനിക്ക് കളിക്കാൻ പറ്റില്ല മോഹിനിയാട്ടം. ഞാൻ എത്രയായാലും പറയും ഡാൻസ്, ഞാൻ കുച്ചിപ്പുടി കളിക്കും, ഭരതനാട്യം, ഫോക്ക്, കഥകളി ഒക്കെ ചെയ്യും, പക്ഷേ ഞാൻ മോഹിനിയാട്ടം ചെയ്യില്ല. എൻ്റെ അടുത്ത് ടീച്ചർ എപ്പോഴും പറയും കളിക്കും, നിന്റെ ശരീരപ്രകൃതി അനുസരിച്ച് നിനക്ക് മോഹിനിയാട്ടം ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല മോഹിനിയാട്ടം. അപ്പോൾ ഇതിനവർ പറഞ്ഞപ്പോൾ ആദ്യം എന്നോട് കൂടിയാട്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി, ഞാൻ കൂടിയാട്ടം പോയി പഠിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്നോട് അവസാനം മോഹിനിയാട്ടാണെന്ന്. മോഹിനിയാട്ടം പഠിച്ചില്ല, ഒപ്പിച്ചു. ഇപ്പം വിനയ് പ്രസാദ് എന്ന് പറയുന്നത് അവിടുത്തെ സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് ആയിരിക്കും. എങ്ങനെയാണ് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ട്? എനിക്ക് ജസ്റ്റ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. കോമ്പിനേഷൻ സീൻസ് ആയിട്ടില്ല എനിക്ക്. ഞാൻ കണ്ടു, ഞാൻ പ്രൊമോ ഷൂട്ടിന് ചെന്നപ്പോഴായിരുന്നു ചേച്ചീനെ ആദ്യം കണ്ടേ. ഞാൻ വന്നു എന്ന് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ റൂമിൽ വന്നിരുന്നു, ഞാൻ മേക്കപ്പ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാം വന്ന് കാണാൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കാണാൻ വന്നത്. പറഞ്ഞു അയ്യോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഇവിടെ വന്ന കാര്യം അറിയില്ലായിരുന്നു. പക്ഷേ ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിക്കണം. എന്തിനും നമ്മളുടെ കൂടെ നിന്നിട്ട് എല്ലാം ചെയ്തു തരും. ഇപ്പം ഡ്രസ് ചേഞ്ചിനാണെങ്കിൽ എന്തിനാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് എടുത്തോളൂ, എന്ത് വേണമെച്ചാൽ എടുത്തോളൂ. ഭയങ്കര സോഫ്റ്റായിട്ട് പെരുമാറുന്ന, അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ഇതാണ്. എന്തൊരു സുന്ദരിയാ കാണാന്നറിയോ, നമ്മളിങ്ങനെ ഇരുന്ന് നിന്ന് നോക്കി പോകും, എന്തൊരു ഭംഗിയാ കാണാന്ന് പറഞ്ഞിട്ട്. നല്ലൊരു മാമാണ്, വർക്ക് ചെയ്യാൻ നല്ല സുഖമാണ് മാമിന്റെ. ബാലമണിയെ കാണാനും നല്ല സുന്ദരിയാ. എത്ര സമയം കണ്ണാടിയുടെ മുമ്പിൽ ചെലവഴിക്കും? ഞാൻ എപ്പോഴും കണ്ണാടിയില്ല. ഞാൻ ഫോൺ ചെയ്യുമ്പോൾ അപ്പ് ഓടും കണ്ണാടീൻ്റെ മുന്നിലേക്ക്. എന്തിനാ വെച്ചാൽ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ എങ്ങനെ സംസാരിക്കണോ, ഭംഗിയുണ്ടോ സംസാരിക്കണത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഫുൾ ടൈം ഞാൻ കണ്ണാടിയുടെ മുന്നിലാണ്. അതുപോലെ കരയുമ്പോൾ സങ്കടം വന്ന് കരയാണെങ്കിൽ ഞാൻ അപ്പ് ഓടും കണ്ണാടീൻ്റെ മുന്നിലേക്ക്. എന്തിനാ വെച്ചാൽ ഞാൻ കരയുന്നതിൽ അപ്പൊ ഞാൻ അയ്യേ എത്ര വൃത്തികേടായിട്ടാണ് കരയണത് വെച്ചാൽ പിന്നെ ഞാൻ കുറച്ച് എന്താ പറയാ മാറ്റങ്ങളൊക്കെ വരുത്തി കരയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ നോക്കാറുണ്ട്. ഫുൾ ടൈം ഞാൻ കണ്ണാടിയുടെ മുന്നിൽ. ദേവിക ഇന്നിവിടെ ഹലോ നമസ്തേയിൽ വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഒത്തിരി ഫാൻസ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ത്രൂ ഫേസ്ബുക്ക്. നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, റെഡിയാണോ? പിന്നെ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അഞ്ജു TP ആണ്. ബാലാമണി എന്ന സീരിയലിനകത്ത് എങ്ങനെയാ ചാൻസ് കിട്ടിയതെന്നാണ് അഞ്ജു ചോദിച്ചിരിക്കുന്നത്. ചാൻസ് കിട്ടിയത് എൻ്റെ കോമഡി ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പോൾ എന്നോട് മനോരമക്കാരാണ് പറഞ്ഞത് ഇങ്ങനെ സീരിയലുണ്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. ബാലാമണി ഭയങ്കര കോമഡിയാണോ? ബാലാമണി കോമഡി ആയതുകൊണ്ടല്ല. അവൻ്റെ അടുത്ത് പറഞ്ഞു നല്ലൊരു കഥയാണ്, മനോരമ വീക്ക്ലിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്, ഇപ്പോഴും നോവലാണ്, പോയിക്കൊണ്ടിരിക്കുന്ന നോവലാണ് നല്ല. അപ്പം അങ്ങനെ 2-3 ഇപ്പം സീരിയൽസ് വന്നപ്പോൾ അതിൽ 2-3 വെച്ച് നോക്കിയപ്പോൾ എല്ലാം കൊണ്ടും ബാലാമണി നല്ലത്. അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇപ്പം ഞാൻ ചെയ്യണില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ട്, അപ്പം സജിൻ രാഘവ്, ഈ പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്ത വ്യക്തിയാണ്.
അപ്പോൾ സജനങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ദേവിക ബാലാമണിയായിട്ട് ദേവികനെ തോന്നുന്നുള്ളൂ, അതുകൊണ്ട് ദേവിക എങ്ങനെയാണെങ്കിലും ചെയ്യണം. അങ്ങനെ കുറേ പറഞ്ഞപ്പോൾ എന്നെ ബാലാമണിയായിട്ട് തോന്നുന്നുണ്ടോ, ശരി അങ്ങനെയാണ് ചെയ്യാൻ അതിലേക്ക് വന്നത്. ആക്ച്വലി കൂടുതൽ എളുപ്പം ആങ്കറിംഗ് ആണോ അതോ ആക്ടിംഗ് ആണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ആക്ടിങ് തന്നെയാണ്. ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിറയല, സത്യം പറയാം. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ചെറിയൊരു പേടി തോന്നുന്നുണ്ടോ? എനിക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനല്ലല്ലോ ചെയ്യുന്നത്, നന്ദിനിയല്ലേ ചെയ്യുന്നത്, അപ്പൊ എനിക്ക് പേടിയില്ല. പണ്ടത്തെ ഓർമ്മകളൊക്കെ തിരിച്ചു ഓർമ്മകളൊക്കെ ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ഇയാള് പറഞ്ഞു കേൾക്കുമ്പോ ശരിയല്ലേ ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നത്. കാരണം ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചൊരു കാര്യമില്ലായിരുന്നു. ആമയില് നമ്മള് ഫഹദ് ഫാസിലിന്റെ അടുത്ത് പറയുള്ളത് വായിക്കാൻ പറയുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതെന്റെ മനസ്സിന്റെ ഉള്ളിലാണ്. അതുവരെ ഞാൻ നന്നായി സംസാരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്റെ തൊണ്ടയൊക്കെ വറ്റിപ്പോണു, വെള്ളം എന്തൊക്കെയൊക്കെയോ ആണ്. എനിക്ക് ഞാൻ പറയണത് മൊത്തം പൊട്ടത്തരായിരിക്കും, എന്തൊക്കെയാ വരുന്നതെന്ന് അറിയാം. ഇതുവരെ പറഞ്ഞ അബദ്ധങ്ങളിൽ ഇപ്പോഴും പറഞ്ഞ് കളിയാക്കുന്ന അബദ്ധം ഏതാ? അത് ഒരുപാടുണ്ട്, 2 ഞാൻ പറയാം. അയ്യോ അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ എന്ത് വിചാരിക്കും? അവര് ഇതൊക്കെ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ ഇല്ല, ഇത് കട്ട് ചെയ്ത് പോയ സംഭവമായിരുന്നു. 2 കാര്യമുണ്ട്. ഒന്ന്, ഞങ്ങളുടെ കോമഡി ഫെസ്റ്റിവലിൽ സുരാജേട്ടൻ വന്നിട്ട് ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അറിയില്ല സുരാജേട്ടൻ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ എന്നോട് ആദ്യം പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങുകയാണ്, അങ്ങനെ ഒരു ചാറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതൊരു പശുവിന്റെ എപ്പിസോഡായിരുന്നു. ആ പശുവിന്റെ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടോ? മനോഹരമായി. അയ്യോ അതൊരു പശുവിന്റെ എപ്പിസോഡായിരുന്നു. കഷ്ടകാലത്തിന് ഞാൻ ആ പശുവിനെയും കൊണ്ട് വരുന്ന രീതിയിലൊക്കെ വന്ന് അവസാനം പറയാൻ തുടങ്ങിയപ്പോൾ നിർത്തുന്നില്ല സുരാജേട്ടന് ഓരോന്നോരോന്ന്. അപ്പം എനിക്കൊരു പ്രശ്നമുണ്ട്, എന്നോട് എന്തെങ്കിലും പറഞ്ഞു അതിന് കൗണ്ടർ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നം. അതിനല്ലേ പശു സ്വന്തം ബന്ധുവാന്നൊക്കെ. അയ്യോ ഞാൻ പശുവിന് ഒരു സംഭവം ചീന കാണാൻ എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ കണ്ടു. അത് നമ്മളിപ്പോ ഇവിടെ പറയണ്ട, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വേണ്ട ആരും നോക്കണ്ട. പിന്നെ അതേപോലെ എനിക്ക് ഇന്ത്യൻ വോയിസ് ഗ്രാൻഡ് ഫിനാലെ രഞ്ജിനേച്ചിന്റെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു അബദ്ധം കാണിച്ചു. അത് പിന്നെ ആർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മമ്മൂക്കൊക്കെ മുന്നിലിരിക്കുകയായിരുന്നു. കോഫി കുടിച്ചിട്ട് പറയാം. കുഴപ്പമില്ല. എന്താന്ന് വെച്ചാല് മമ്മൂക്ക മുന്നിലിരിക്കുന്നുണ്ട്, സിദ്ദീഖ് സാറ് മുന്നിലിരിക്കുന്നുണ്ട്, എല്ലാ ഗസ്റ്റ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. നമ്മളെ ഫിനാലെ ലാസ്റ്റ് മൊമെന്റിൽ എത്രയാണ് ആർക്കാണ് പ്രൈസ് എന്ന് അറിയാൻ വേണ്ടി ഇരിക്കുന്ന ആ സമയത്ത് എനിക്ക് ഒന്നും കാണുന്നില്ല. എൻ്റെ അടുത്ത് 4-5 പേപ്പേഴ്സ് ഉണ്ട്, കാർഡ്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഏതാണ് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവില്ല. ടെൻഷൻ വേറെ, കാരണം എനിക്ക് അറിയില്ല ആരൊക്കെയാണ് വിളിക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ഇനിയറും വെച്ചിട്ടുണ്ട്. മൊത്തം ഇരുന്നിട്ട് ഞാൻ സെക്കൻഡ് പ്രൈസ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ എന്താ വിളിക്കുന്നതായിരുന്നു തോന്നുന്നു. ഞാൻ വിളിച്ചപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ 25 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് ഇന്ന സെക്കൻഡ് പ്രൈസിന് കിട്ടാൻ പോണതെന്ന് പറഞ്ഞിട്ട് ഞാൻ 25 എന്ന് പറഞ്ഞ് നേരെ കാർട്ടിലേക്ക് നോക്കി. ഇത് ലക്ഷമാണ് കണ്ടത്, ഞാൻ ഒന്നും അറിയില്ല. 25 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കണം. എനിക്ക് മനസ്സിലാവില്ല എന്തിനാ ചിരിക്കണത്, എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ പൊട്ടത്തരം. പിന്നെ ഞാൻ അവിടുന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇപ്പം എന്നെ ഈ മനോരമ ക്രൂ കാണുന്നവരാണെങ്കിലും എന്നെ ദേവിക 25 ലക്ഷം ദേവിക 25 ലക്ഷം പറഞ്ഞു. അതേമാതിരി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പൂപ്പന്മാർ, എന്നെ അറിയാത്ത അപ്പൂപ്പന്മാർ, മോളെ 25 ലക്ഷം എന്താ മോളെ. അതോടെ എനിക്ക് മനസ്സിലായി ഞാൻ പൊട്ടത്തരം കാണിക്കില്ല. ദേവികയോട് സംസാരിക്കാനായിട്ട് ഒരു ഫാൻ നമ്മുടെ സ്കൈപ്പ് ത്രൂ വിളിക്കുന്നുണ്ട്. നമുക്ക് ആരാന്ന് നോക്കാം കേട്ടോ. നോക്കാം. ഹലോ വെൽക്കം ടു ജോസ് ആലുക്കാസ്. ഹലോ നമസ്തേ, ഇതാരാണ്? എന്റെ പേര് ജിസ് തോമസ്. ഹായ് ജിസ് ദേവികയുടെ ഫാൻ ആണോ? ഞാൻ പ്രോഗ്രാംസ് കാണാറുണ്ട്, സീരിയലിടക്ക് കാണുമായിരുന്നു. മമ്മി കാണാറുണ്ട്. ദേവികയുടെ വലിയ ഫാൻ തൊട്ടപ്പുറത്തിരിക്കുന്ന അമ്മയെന്ന് തോന്നുന്നല്ലോ. അതെ അതെ അതെ. ഹായ്. ചേച്ചി വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? അച്ഛൻ, അമ്മ, അനിയൻ, ഞങ്ങള് 4 പേരാണുള്ളത്. എന്റെ നാട് മഞ്ചേരിയാണ്, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറച്ചും കൂടെ ഉള്ളിലോട്ടാ, കാരക്കുന്ന് എന്ന് പറയും, ആമയൂര് കാരക്കുന്ന്. എവിടുന്നാ വിളിക്കുന്നത്? എടപ്പള്ളി. ഓക്കെ. അപ്പൊ എന്റെ പുതിയ സീരിയൽ കാണണം കേട്ടോ, ബാലാമണി കാണണം കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇഷ്ടമായിരുന്നോ പരിണയം? താങ്ക് യു. അപ്പൊ ഇനി ബാലാമണി എന്താ ഒരുപാട് സംസാരിക്കാൻ പറ്റിയിട്ട് വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് ആന്റി. തിരിച്ചു ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ പുതിയ സീരിയലും കാണണം, ബാലാമണിയും കാണണം. എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചില്ലേ? അപ്പൊ ഇനി മൊത്തം ഈ വർഷം ആണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഈ വർഷം മൊത്തമായിട്ട് അടിച്ചു പൊളിച്ചോളൂ കേട്ടോ. ആന്റിയുടെ പേരെങ്ങനെയാ? ആന്റിയുടെ Gracie. Thank you for calling Joe Salukas. Hello, namaste. Okay, thank you. Bye bye. Devika,
ഇപ്പം നമ്മൾ ബാലാമണിയെ പറ്റിയിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദേവിക സ്കൂളിംഗ് ചെയ്ത് എവിടെയാ? ഞാൻ മഞ്ചേരി NSS സ്കൂളിലായിരുന്നു. NSS ഹയർ സെക്കൻഡറി സ്കൂളാണ്. 10th വരെ മഞ്ചേരി സ്കൂളിലായിരുന്നു. NSSൽ ദെൻ +1 +2 ഞാൻ ഗൂഡല്ലൂർ മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ BSc കൗൺസിലിംഗ് സൈക്കോളജി ഞാൻ ചെയ്യുന്നത് കേച്ചേരി ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു കൗൺസിലിംഗ് സെന്ററിലാണ്. ഇപ്പോൾ കഴിഞ്ഞു എക്സാംസ് കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ. സൈക്കോളജിയാണ്. അതെ. എന്ത് പറ്റി സൈക്കോളജി എടുക്കാൻ? എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഫീൽഡിലോട്ടും കൂടെ ഒന്ന് കടന്നു നോക്കിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം, ഇതിനോട് ഇഷ്ടം കൂടി. അപ്പോൾ എന്താണെങ്കിൽ അതും വിടാൻ വയ്യല്ലോ. അപ്പം ഞാൻ തപ്പി നോക്കിയപ്പം സൈക്കോളജീൻ്റെ ഉണ്ട്. അപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. മുഖത്ത് നോക്കി ക്യാരക്ടറൊക്കെ പറയോ? അങ്ങനെ പറയൊന്നുമില്ല, പക്ഷെ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും ചില കാര്യങ്ങളൊക്കെ. അത് നോർമലി എല്ലാവർക്കും ഉള്ള കഴിവാണ്. നമ്മൾക്കത് കുറച്ചും കൂടെ നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പം കുറച്ചും കൂടെ അറിയാമെന്ന് മാത്രം. വേറെ എന്തൊക്കെയാ ഹോബീസ്? വായിക്കാറുണ്ട്. പിന്നെ അത്യാവശ്യം വീട്ടിലാണെങ്കിൽ കുക്ക് ചെയ്യാറുണ്ട്. ഏതാ സ്പെഷ്യൽ ഏതാ? ഞാൻ വെജാണ്. എല്ലാ വെജിറ്റേറിയൻ ആണ്. അപ്പൊ എല്ലാം മാക്സിമം നാടൻ വിഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലിപ്പോൾ ഓരോ പരീക്ഷണമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനായിരിക്കും പരീക്ഷിക്കുക എല്ലാ കാര്യത്തിനും കറികളൊക്കെ. പിന്നെ ഞാൻ അല്ലാതെ ഡാൻസ് ക്ലാസ്സിന് ഡെയിലി പോവാറുണ്ട്. ഡാൻസ് ക്ലാസ് ഉണ്ട്, പാട്ടിന് ഇടയ്ക്ക് പോകും. അങ്ങനെ ഇങ്ങനെ ഞാൻ ഒന്നിലും ഇങ്ങനെ നിൽക്കില്ല. പാട്ട് പാടിയേ പറ്റത്തുള്ളൂ. ഞാൻ പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഓടും. കാരണം ഇത്രയും നേരം ഞാൻ ദേവികയുടെ പാട്ട് കേട്ടോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇപ്പൊ പാടിയില്ലെങ്കിൽ വളരെ മോശം. ഞാൻ മൂളും, എപ്പോഴും ഞാൻ മൂളിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നെ കൊണ്ട് പാടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പാടും ഒരു കുഞ്ഞു പ്രാവിൻ്റെ നേത്രരാഗങ്ങളോർത്തു പോവുന്നു ഞാൻ അകലേ അകലേ ആരോ പാടും. ഇനിയിപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലെ ഫാൻസിന് ഒത്തിരി കാര്യങ്ങൾ വീണ്ടും ചോദിക്കാനുണ്ട്. ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വിനീത് യാദവാണ്. എങ്ങനെയാണ് അഭിനയ ലോകത്തേക്ക് എത്തിപ്പെട്ടത്? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്ത് തോന്നുന്നു? ആദ്യം ഇപ്പൊ എന്ത് തോന്നുന്നുള്ളതിന് ഞാൻ ഫസ്റ്റ് ഉത്തരവ് പറയാം. എനിക്കിപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഇന്ന് ഇവിടെ എത്തിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. പിന്നെ ഞാൻ 7th പഠിക്കുമ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ നാട്ടില് വീഡിയോ ആൽബംസ് ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ മുസ്ലിം ക്യാരക്ടർ അങ്ങനെ ആൽബത്തിൽ 2-3-4 സോങ് MG ശ്രീകുമാർ സാറിൻ്റെ കൂടെ പിന്നെ അങ്ങനെ 2-3-4 ആൽബംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 9th പഠിക്കുമ്പോൾ അഗൈൻ ഷോർട്ട് ഫിലിം ചെയ്തു. അതിനൊരു PM താജിൻ്റെ ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുവീരൻ സാറിൻ്റെ നാഷണൽ അവാർഡ് കിട്ടിയ സുവീരൻ സാറിൻ്റെ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോം സിനിമാസ് പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ കളഭമഴ എന്ന് പറയും. അതൊരു 3 വർഷമായി റിലീസായിട്ട്. തിലകൻ സാറിൻ്റെ കൂടെ ഒരു നല്ലൊരു ക്യാരക്ടറാണ്, സെൻട്രൽ ക്യാരക്ടറാണ് ചെയ്തത്. ഒരു ഓഫ് ബീറ്റ് മൂവിയാണത്. അങ്ങനെയാണ് എൻ്റെ ഫിലിമിലോട്ടുള്ള എൻട്രി. അതായിരുന്നു. കളഭമഴയിൽ ഫസ്റ്റ് ചെയ്തു. P. സുകുമാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറായിരുന്നു. അതിനുശേഷം പരിണയം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു. പരിണയത്തിനകത്ത് ഊമയായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. രാജസേന സാറിൻ്റെ മകളായിട്ട് AM നസീർ ഡയറക്ട് ചെയ്തൊരു സീരിയലായിരുന്നു. ഒരുപാട് എനിക്ക് തോന്നുന്നു ഞാൻ അറിയപ്പെട്ടതും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടതും ആ സീരിയലിലായിരുന്നു. കാരണം അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പോസിറ്റീവ് ആയിട്ട് ഒരുപാട് എനിക്കറിയാത്ത ആൾക്കാർ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും വേണിയല്ലേ എന്ന് ചോദിച്ചു വന്ന് കേട്ടി ഭയങ്കര സ്നേഹം. ആദ്യം എല്ലാവരും വിചാരം ഞാൻ ഊമയാണ്. എന്നെ അമ്പലത്തിൽ എല്ലാവരും എന്നെ ഊമയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ആദ്യം സങ്കടമായിരുന്നു, അയ്യോ ഊമയാന്നൊക്കെ വിചാരിക്കും. പിന്നെ എനിക്കതൊരു കോംപ്ലിമെന്റ് ആയിട്ട് തോന്നി. കാരണം ഊമയായിട്ട് അറിയപ്പെടുന്നിട്ടുള്ള ആ ഒരു ക്യാരക്ടർ എന്തായാലും വിജയിച്ചു എന്നുള്ളൊരു സന്തോഷമായിരുന്നു. മനോരമയിൽ എന്നെ തനിനാട് എന്നുള്ളൊരു പ്രോഗ്രാമിൽ വന്നതിന് ശേഷമാണ് കുറച്ച് പേർക്ക് ആ പ്രോഗ്രാം കണ്ടവരാണ് ഞാൻ ഊമയല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എന്നെ കാണുമ്പോൾ കോമഡി ഷോയിൽ നിർത്തിയിട്ടില്ല. അത് കാണുമ്പോഴും അയ്യോ മോളില് വിശ്വസിക്കാൻ പറ്റില്ല, മോൾ ഇത്ര സംസാരിക്കുന്ന ഞങ്ങൾ ആരും പ്രതീക്ഷിക്കില്ല എന്നായിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ഇപ്പോഴും എന്നെ ആൾക്കാർ വേണി വേണി എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ പേര് എന്നെ ഇടയ്ക്ക് ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ പറയും എനിക്ക് എൻ്റെ മോൾക്ക് കൃഷ്ണവേണി എന്നുള്ള പേര് കാരണം ഞാൻ മോൾക്ക് വേണി എന്നാണ് ഇട്ടിരിക്കുന്നത് എന്ന് കുറേ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ഈ ക്യാരക്ടറിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണവേണി. ബൈ ദ വേ ദേവികയുടെ ഒരു മാസ്റ്റർ പീസ് സാധനം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ദേവികയുടെ മുടി എന്താ നല്ല മുടി, എങ്ങനെയാ ഇത്രയും നീളമുള്ള മുടി ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാ?
അത് കാര്യം കഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് മുടിക്ക് നീളം മാത്രമേ ഉള്ളൂ, ഉള്ളില്ല. ആദ്യം ഞങ്ങളെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ നല്ല വെള്ളമാണ്, ഇപ്പം താളിയൊക്കെ ഉപയോഗിക്കും. ഇതിലൊരു വാലുണ്ട്, ഇതാ ഇല്ല മുഴുവൻ കാണിക്കേ കാണട്ടെ. ഞാൻ ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് എന്നെ ഒരു ആഡിന്റെ ആഡിന് എന്നെ വിളിക്കുള്ളൂ പ്ലീസ് പ്ലീസ്. അതെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നാട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ അമ്മ നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. പറഞ്ഞാൽ താളി ആണ് തേക്കാറ്, എണ്ണ നല്ലവണ്ണം നല്ല നാടൻ എണ്ണയാണ്. ഇവിടെ ഇപ്പോൾ എറണാകുളത്തേക്ക് താമസം മാറ്റിയതിന് ശേഷം പിന്നെ ലൊക്കേഷനിലൊക്കെ പോകുമ്പം നല്ല വെള്ളമല്ല, അപ്പം മുടി നല്ല കൊഴിച്ചിലുണ്ടോ. എനിക്കിവിടെ തലയോട്ടിയൊക്കെ കാണാൻ തുടങ്ങി, എനിക്ക് സങ്കടം കഷണ്ടി ആയി തുടങ്ങി. സിനിമകൾ ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇപ്പം ടു ലെറ്റ് അമ്പാടി ടാക്കീസ് എന്ന് പറഞ്ഞൊരു മൂവിൻ്റെ റിലീസ് ആവാൻ പിന്നെ പറയാൻ ബാക്കി വെച്ചത്. അമ്പാടി ടാക്കീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ സക്കീർ മഠത്തിൽ പുതിയ ഡയറക്ടറാണ്. അതിൽ ഹരിശ്രീ അശോകൻ സാറിന്റെ മകനും അർജുൻ അശോക്, പിന്നെ സൈനുദ്ദീൻ ഖാന്റെ പണ്ടത്തെ ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്ത സൈനുദ്ദീൻ ഖാന്റെ മകനും ജിനൽ സൈനുദ്ദീൻ, രണ്ടുപേരാണ് ഹീറോസ് ആയിട്ടുള്ളത്. ഞാനും സ്വർണ തോമസ്, നല്ല ഡാൻസറാണ് സ്വർണയും ആണ് രണ്ടുപേരുടെയും പേരായിട്ട് വരുന്നത്. നല്ലൊരു എന്താ പറയാ നല്ലൊരു പടമാണ്. ഇവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അഫ്സൽ അമീൻ ആരുടെ നായികയാവാനാണ് ഏറ്റവും കൊതി തോന്നിയിട്ടുള്ളത്? കൊതി തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൃഥ്വിരാജിന്റെ നായികയാവാൻ എനിക്ക് ഒരുപാട് കൊതി പറഞ്ഞ അഹങ്കാരം. മമ്മൂക്കേനെയും മോഹൻലാലിനെയും എനിക്ക് ഒരുപാട് ഇഷ്ടം. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി സ്വപ്നം കാണുന്ന ആളാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ സ്വപ്നം കാണും. എൻ്റെ സ്വപ്നത്തിൽ ആകെ വരുന്ന വ്യക്തികൾ പറഞ്ഞാൽ മോഹൻലാൽ വരും, മമ്മൂക്ക വരും, ദിലീപ് ഏട്ടൻ വരും, പൃഥ്വിരാജ് വരും. ഇവരുടെ കൂടെ എല്ലാം അഭിനയിക്കുകയാണ്. അതെ, അഭിനയിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും കാണുന്ന സ്വപ്നത്തിൽ ഇവരായിരിക്കും. നമ്മുടെ നന്ദനത്തിലെ ബാലാമണിന്റെ സ്വപ്നം കാണുന്നത് അതൊക്കെ യാഥാർത്ഥ്യമുണ്ട്. ബാലാമണിക്ക് എല്ലാം യാഥാർത്ഥ്യമാവില്ല, അതേമാതിരി എനിക്കും ഈ ബാലാമണിയുടേതും യാഥാർത്ഥ്യമാവട്ടെ ആവട്ടെ, നാവ് പൊന്നാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വെൽക്കം ബാക്ക് ടു ജോസ് ആലുക്കാസ്. ഹലോ, നമസ്തേ. ഇത് ചോദിച്ചിരിക്കുന്നത് റെജിൻ റസലാണ്. ആദ്യ പ്രണയം എത്രാമത്തെ വയസ്സിലായിരുന്നു? ആദ്യ പ്രണയമല്ല, എനിക്ക് ആദ്യ പ്രണയലേഖനം കിട്ടിയത് എനിക്ക് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ലവ് ലെറ്റർ കിട്ടി. എനിക്ക് അറിയില്ലായിരുന്നു ഇത് ലവ് ലെറ്റർ ആണെന്ന്. ഞാൻ ആ സമയത്ത് ഞാൻ ബസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു തുടങ്ങിയത്. അപ്പം എൻ്റെ പിന്നാലെ ഒരു പയ്യൻ വന്നിട്ട് എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് നടന്നു പോണ വഴിയിൽ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തിനാ വരുന്നത് അപ്പം എനിക്കൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയില്ലല്ലോ എന്തിനാ വരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ആ വഴിയിലൂടെ എങ്ങനെയും പോകാനോ. സ്കൂളിലെത്തി എൻ്റെ കൂടെ സീനിയേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്, 9th-ലും 10th-ലും പഠിക്കുന്ന ചേച്ചിമാരൊക്കെ. അപ്പം ഞാൻ സ്കൂളിലേക്ക് കയറുന്നതും എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ആ മതിലൂടെ ഒന്ന് കൊടുക്കുക ആ കുട്ടിക്ക് എന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചു ഇതെന്ത് സംഭവം? അപ്പോൾ ആ പയ്യൻ തന്ന ലെറ്റർ ആണെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് കയ്യിൽ വെച്ചിട്ട് വിറയ്ക്കുക. ഞാനിത് എന്ത് ചെയ്യണം, എനിക്ക് തുറന്നു നോക്കാൻ പോലും പേടി. ഞാൻ എന്ത് വെച്ചോ ബാക്ക് സൈഡിലേക്ക് പോയിട്ട് എൻ്റെ ചേച്ചിമാരുണ്ട്, അവരെ വിളിച്ചിട്ട് ചേച്ചി ഇതൊരു സംഭവം കേട്ടിട്ട് എന്താ ചെയ്യണ്ടത്? അപ്പം ആ ചേച്ചിനു അയ്യോ നിനക്ക് ഇപ്പൊ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ് മൊത്തം വായിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സംസാരമൊക്കെ ഇഷ്ടമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ബസ്സിന് പോകുമ്പോഴും ഞാൻ ഭയങ്കര വർത്താനാണ്. അപ്പൊ ഞാൻ ഈ എന്ത് വർത്താനം കൊണ്ട് എന്നെ ഇഷ്ടം, എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയാം. എന്തൊക്കെയോ സാഹിത്യമൊക്കെ ആയിരുന്നല്ലോ അന്നൊക്കെ, നല്ല സാഹിത്യമൊക്കെ എഴുതുന്നു. പക്ഷെ എനിക്ക് ഇന്നേ വരെ അത് എനിക്ക് വായിക്കാൻ പറ്റില്ല. ചേച്ചി ആ ഒരു പേടിയായിരുന്നു വായിക്കാൻ കീറി കളഞ്ഞു. ആ ഒരു ടെൻഷൻ കാരണം. ആ പയ്യന് റിപ്ലൈ വല്ലതും കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. പിന്നെ എനിക്ക് പയ്യനെ കാണുമ്പോൾ ടെൻഷൻ അയ്യോ 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 എന്നായിരുന്നു. പക്ഷെ അത് ആ ഒരു ടൈമിലുള്ളതായിരുന്നു. പിന്നെ അത് അങ്ങനെ പോയി. ദേവിക എന്താണെങ്കിലും സ്നേഹത്തോടെ തരുന്ന ഒരു ഗിഫ്റ്റ് ജോസ് ആലുക്കാസ് ഹലോ നമസ്തയിലൂടെ തരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വെറുതെ ഒന്നും തരത്തില്ല. ഒരു ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആൻസർ ചെയ്താൽ മാത്രമേ തരത്തുള്ളൂ. ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കുണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ഇതാണ്: ദേവികയുടെ ഫസ്റ്റ് ഫിലിം ഏതാണ്? സോ ഇത് ഞങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഇതിൻ്റെ ആൻസേഴ്സ് അയക്കുക. ആൻസേഴ്സ് അയക്കുന്നവർക്ക് ദേവിക ഓട്ടോഗ്രാഫ് ചെയ്ത ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. എന്താ ദേവിക? ഞാനൊരു ബുക്കാണ് കൊടുക്കുന്നത്, സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് റോണ്ട ബാരന്റെ ബുക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്സിൽ ഒന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള, ഞാൻ പോസിറ്റീവ് തിങ്കിങ് അങ്ങനത്തെ രീതിയിലുള്ള ബുക്സ് ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു ബുക്കാണിത്. ഇതെനിക്ക് പരിചയപ്പെടുത്തുന്ന സിനിലാണ്, സിനിൽ സൈനുദ്ദീനാണ്. ഇപ്പം ഞാനൊരു താങ്ക്സ് പറയാണ് സിനിലിന് വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് എനിക്ക് പരിചയപ്പെടുത്തുന്നതിൽ. അപ്പോൾ ഇതെല്ലാവരും, ഞാൻ കൊടുക്കുന്ന ഒരു വ്യക്തി ഇത് തീർച്ചയായിട്ടും വായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഫുൾ വായിക്കണം. ദേവിക പേഴ്സണലി ഓട്ടോഗ്രാഫ് ചെയ്ത സീക്രട്ട് എന്ന് പറയുന്ന ബുക്കാണ് വിന്നറിന് കിട്ടാൻ പോകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം അയക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ദേവികയോട് ബൈ ബൈ പറയാനുള്ള ടൈമായി കേട്ടോ. തീർച്ചയായിട്ടും.
എനിക്കറിയാം കുറച്ച് നേരം മുമ്പ് കുറച്ച് നേരം കൂടി ഇരുന്നാൽ ഇരുന്നാ കൊള്ളാം. കൊള്ളായിരുന്നു. എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടം തോന്നി. സാരമില്ല, നെക്സ്റ്റ് ടൈം വീണ്ടും വിളിക്കാം കേട്ടോ. പക്ഷെ അതിനു മുമ്പായിട്ട് ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാ? ഫ്യൂച്ചർ പ്രോജക്ട്സ് ഇപ്പോൾ ഒന്നുമില്ല. ഇതന്നെ ബാലാമണി പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നല്ല പടത്തിന്റെ 2-3 ഇപ്പം ഡിസ്കഷനിലാണ്. 2-3 കഥ വന്നിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു പ്രോജക്റ്റ് ചെയ്യണം, നല്ലൊരു രീതിയിൽ വരണം എന്നാണ് ആഗ്രഹം. ഇനി അറിയില്ല, ദൈവത്തിന്റെ കയ്യിലാണ്. ഫ്യൂച്ചർ പ്രോജക്റ്റിൽ മാരേജ് ഒരു പ്രോജക്റ്റ് ആയിട്ടുണ്ടോ? മാരേജ് ഉണ്ട്, തീർച്ചയായിട്ടും 1 വർഷത്തിനുള്ളിൽ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നോക്കിക്കൊണ്ടിരിക്കുക. വീട്ടുകാർ ഭയങ്കര എന്നെ സമ്മതിക്കില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അഭിനയിക്കണം എന്ന താല്പര്യം ഉണ്ടോ? അപ്പം ഉണ്ട്, എനിക്ക് അഭിനയിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ എവിടെയെങ്കിലും കല്യാണം ഉറപ്പിക്കും. ശരി, ഓക്കെ, അങ്ങനെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. നോക്കിക്കൊണ്ടിരിക്കും. പ്രൊപ്പോസൽസ് വല്ല വന്നോ? വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ നല്ല പ്രപ്പോസൽസ് വന്നു. ഉറപ്പിക്കാൻ ഇങ്ങനെ വീട്ടുകാരിങ്ങനെ എന്താണ് പറയാ, എന്താണ് തയ്യാറായി നിൽക്കണം ഉറപ്പിക്കാൻ വേണ്ടി. ഒരു എക്സ്ക്ലൂസീവ് ഇത് തരാമോ? ആരായിരിക്കും എനിക്ക് അറിയില്ല. എന്താണെങ്കിൽ 1 വർഷത്തിന് ശേഷം ഉണ്ടായിരിക്കില്ല എന്താണെങ്കിലും കല്യാണം. ബൈ ദ വേ, ആൻസേഴ്സ് അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ജാനുവരിയിലെ എല്ലാ ക്വസ്റ്റ്യൻ്റെയും, അതായത് 4 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒരുമിച്ച് ഞങ്ങളുടെ മെയിൽ ID-യിലോട്ട് അയച്ചാൽ അതിൽ നിന്നും ഒരു വിന്നറിനെ നമ്മൾ ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ.